ഫാനും 5 സ്റ്റാർ, AC 5 സ്റ്റാർ, TV 5 സ്റ്റാർ, ഫ്രിഡ്ജും 5 സ്റ്റാർ. കറണ്ട് ബില്ല് മാത്രം നോ സ്റ്റാർ. നോ സ്റ്റാർ? ഈ പ്രാവശ്യവും വീട്ടിലെ കറണ്ട് ബില്ല് കണ്ട് ഷോക്കായോ? കറണ്ട് ബില്ല് കുറക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രം സ്റ്റാർ ആയാൽ പോരാ, വയറ് കൂടി സ്റ്റാർ ആവണം. ഉപയോഗിക്കൂ ജെഫ്റ്റൺ ക്ലാസ് 2 PST കേബിളുകൾ. ഇത് നിങ്ങളുടെ വീടിനെ സ്റ്റാർ ആക്കും. വള്ളുവനാടൻ സാംസ്കാരിക വേദി അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പങ്കാളിത്തത്തോടെ ഏർപ്പെടുത്തിയ നന്ദനാർ സാഹിത്യ പുരസ്കാരത്തിന് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായ മൃദുൽ VM-ന്റെ ആദ്യ കഥാസമാഹാരമായ കുളെ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങാടിപ്പുറം ആസ്ഥാനമായ വള്ളുവനാടൻ സാംസ്കാരിക വേദി അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പങ്കാളിത്തത്തോടെ ഏർപ്പെടുത്തിയ നന്ദനാർ സാഹിത്യ പുരസ്കാരത്തിന് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായ മൃദുൽ VM-ന്റെ ആദ്യ കഥാസമാഹാരമായ കുളെ തിരഞ്ഞെടുക്കപ്പെട്ടു. 20,000 രൂപയും ഷിബു സിഗ്നേച്ചർ രൂപകൽപ്പന ചെയ്ത് ശില്പവും അടങ്ങുന്നതാണ് നന്ദനാർ സാഹിത്യ പുരസ്കാരം. ഇത്തവണ പുരസ്കാരത്തിന് അയച്ചുകിട്ടിയ 100-ലധികം ചെറുകഥാ സമാഹാരങ്ങളിൽ നിന്നാണ് കുളെ മികച്ച രചനയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മലയാള കഥയുടെ നവമുഖവും ശരീരവും ഭാഷയിലും പ്രമേയ പരിചരണത്തിലുള്ള പരീക്ഷണങ്ങളും പ്രദർശിപ്പിക്കുന്ന പുസ്തകമായാണ് കുളയെ വായിച്ചതെന്ന് ജൂറി അംഗങ്ങളായ ഡോക്ടർ P. ഗീത, ഡോക്ടർ NP വിജയകൃഷ്ണൻ, PS വിജയകുമാർ എന്നിവർ അഭിപ്രായം രേഖപ്പെടുത്തി. 2025 ഏപ്രിൽ 27-ന് 4 മണിക്ക് അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നന്ദനാർ അനുസ്മരണ ചടങ്ങിൽ സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ പുരസ്കാരം കൈമാറും. നന്ദനാർ സാഹിത്യ പുരസ്കാരം 2025 ഇത്തവണ ചെറുകഥയ്ക്കാണ് നമ്മൾ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ഈ വർഷത്തെ നന്ദനാർ സാഹിത്യ പുരസ്കാരം മൃദുൽ VM-നാണ്. അദ്ദേഹം എഴുതിയ കുളെ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ചെറുകഥ സമാഹാരമാണ് ഇത്തവണത്തെ നന്ദനാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് പെരിയ സ്വദേശിയാണ്, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സ്വദേശിയാണ് മൃദുൽ. പുതുതലമുറയിലെ എഴുത്തുകാരിൽ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇതിനകം തന്നെ ഒട്ടനവധി പുരസ്കാരങ്ങൾ തൻ്റെ ചെറുകഥയ്ക്ക് നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചെറുകഥ സമാഹാരമാണ് കൂടെ. ഇത്തവണ ഏകദേശം 100ഓളം പുസ്തകങ്ങൾ അയച്ചു തന്നതിൽ നിന്നാണ് 100 കൂടുതൽ പുസ്തകങ്ങളാണ് നമുക്ക് ഈ പുരസ്കാരത്തിൻ്റെ പരിഗണനയ്ക്കായി നമ്മുടെ മുൻപാകെ വന്നത്. അതിൽ നിന്നാണ് മലയാള കഥയുടെ നവീന മുഖം വെളിപ്പെടുത്തുന്ന കൂടെ പുരസ്കൃതമായി. വള്ളുവനാടൻ സാംസ്കാരിക വേദി ചെയർമാൻ സജിത് പെരിന്തൽമണ്ണ, കോർഡിനേറ്റർ അഭിജിത്ത് അങ്ങാടിപ്പുറം, M. മുഹമ്മദ് ബഷീർ, രാജീവ് കാലടി, ആരിഫ് കൂട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.